നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ഇരിങ്ങാലക്കുട സെന്ററിലെ ഫിസിയോതെറാപ്പി വിഭാഗത്തിലെ സേവനത്തിനെത്തുന്നവരും സെന്ററിലെ വോളണ്ടിയർമാരും സ്റ്റാഫ് അംഗങ്ങളും ഏകദിന ടൂർ നടത്തി. കോടനാട് ആന പരിശീലന കേന്ദ്രം, മറൈൻ ഡ്രൈവ് ബോട്ടിംഗ്, ചെറായി ബീച്ച്, മുനമ്പം ബീച്ച് എന്നിവിടങ്ങളിലേക്കായിരുന്നു ഉല്ലാസയാത്ര. 35ഓളം വരുന്ന ആരത്രിക അംഗങ്ങളും സ്റ്റാഫും വോളണ്ടിയർമാരുമാണ് യാത്രയിൽ പങ്കെടുത്തത്. വർഷം തോറും നടത്തിവരുന്ന യാത്രയ്ക്ക് പ്രസിഡന്റ് VJ തോംസൺ, സെക്രട്ടറി K സതീഷ്, ട്രഷറർ പ്രമീള അശോകൻ, OS വർഗീസ്, മുൻ സെക്രട്ടറി എൽസമ്മ ജോൺസൺ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ആൽഫ കൊല്ലം സെന്ററിൽ സന്നദ്ധ പ്രവർത്തകർക്കുള്ള പരിശീലന പരിപാടി നടത്തി. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു പാലിയേറ്റീവ് പരിചരണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. സെന്ററിന്റെ സേവന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചർച്ചയിൽ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, അഡ്വൈസറി ബോർഡ് ചെയർമാൻ സലീം നാരായണൻ, സെന്റർ പ്രസിഡന്റ് പ്രൊഫസർ ലിസമ്മ പഞ്ഞിക്കാരൻ, സെക്രട്ടറി അജോയ് ജോസ്, ട്രഷറർ ഡോക്ടർ അനിരുദ്ധൻ, സെൻട്രൽ കൗൺസിൽ അംഗം ഷാജഹാനില്ലം, വൈസ് പ്രസിഡന്റുമാരായ ശ്രീദേവി, യോഹന്നാൻ, സിദ്ധാർത്ഥൻ, ജെയിംസ് തുടങ്ങിയവരും സ്റ്റാഫ് അംഗങ്ങളായ ആശ, സിജി, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ഗൗരി സ്വപ്ന എന്നിവർ പങ്കെടുത്തു. സെക്രട്ടറി അജോയ് ജോസ് നന്ദി പറഞ്ഞു. പരിശീലന പരിപാടിയുടെ അടുത്ത സെഷൻ മെയ് 20 ബുധനാഴ്ച നടത്താനും തീരുമാനിച്ചു. ആൽഫ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ജിതിൻ മാത്യു ആലപ്പുഴ ലിങ്ക് സെന്റർ സന്ദർശിച്ചു. സെന്ററിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും പരിചരണത്തിലുള്ളവർക്ക് സ്വയം ചെറിയ വരുമാനം കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഫിസിയോതെറാപ്പിക്ക് എത്തിയവരെ സന്ദർശിച്ച് അവരുടെ പുരോഗതികൾ വിലയിരുത്തി മാർഗനിർദ്ദേശങ്ങൾ നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.